നമസ്കാരം. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. പെർസ്പെക്റ്റീവ്സ് ഓൺ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 3rd യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രെൻഡ്സ് ഇൻ ഹിസ്റ്റോറിയോഗ്രഫി എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അപ്പോൾ ഇവിടെ ചരിത്ര രചനയിലെ കാലികമായിട്ടുള്ള മാറ്റങ്ങൾ, ഓരോ പുതിയ ട്രെൻഡുകൾ, അത് ഓരോരോ ട്രെൻഡുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിയാണ്. ചരിത്ര രചന എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു ഒന്നാണ് ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ ചരിത്രത്തെ ആരാണോ ചരിത്രം രചിക്കുന്നത് അത് അവരുടെ വ്യൂസ് അല്ലെങ്കിൽ അവരുടെ ചായ്വുകൾ നമുക്ക് പ്രത്യേകമായിട്ട് ആ ഒരു ചരിത്ര കൃതിയിൽ നിന്ന് കാണാനായിട്ട്, വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയെ കുറിച്ച് ഒരു ഇന്ത്യക്കാരൻ എഴുതുന്ന ചരിത്രം പോലെ അല്ല ആ ഒരു വ്യൂ. അതില് ഇന്ത്യയോട് മമതയും പ്രതിപത്തിയും ഉള്ള രീതിയിലാണ് ചരിത്രം എഴുതുക. എന്നാൽ ഒരു വിദേശി വന്നിട്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിൽ ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യൽ എഴുതിയ ചരിത്രം വേറെ ആയിരിക്കും. അത് അവരുടെ ഭാഗത്ത് നിന്നാണ് അവർ ഇന്ത്യയെ കാണുന്നത്. എന്നാൽ മറ്റൊരു വിദേശ സഞ്ചാരി യാത്രക്കിടയിൽ ഇന്ത്യ സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്നതിന് കുറച്ചുകൂടി നിഷ്പക്ഷത വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ചരിത്രം ആരാണോ രചിക്കുന്നത് അവരുടെ കണ്ണിലൂടെയാണ് അവരത് എഴുതുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഈ ട്രെൻഡുകൾ വ്യത്യാസപ്പെട്ടു വരുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തേത് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിയാണ്. ദേശീയവാദ ചരിത്ര ലേഖനമാണ്. എന്ന് വെച്ചാല് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി എന്നത് ഇന്ത്യയുടെ ചരിത്രത്തെ ദേശീയ ബോധവും അതുപോലെ സ്വതന്ത്ര ചിന്തയും ഒക്കെ മുൻനിർത്തി എഴുതുന്നതിനെയാണ് നമ്മൾ ദേശീയ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ബ്രിട്ടീഷ് കൊളോണിയൽ ചരിത്രകാരന്മാര് ഇന്ത്യയെ ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു സ്റ്റാഗ്നന്റ് സൊസൈറ്റി ആയിട്ടാണ്, ഒരു കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ, ഒരു പുരോഗമന ചിന്തയും ഇല്ലാത്ത, ഒട്ടും ഒഴുക്കുകളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് അവര് ഇന്ത്യയെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ അതിന് മറുപടി എന്നോണമാണ് ഈ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി വരുന്നത്. അപ്പൊ അവര് ഇന്ത്യയുടെ മഹത്വവും ഇന്ത്യയുടെ സംസ്കാര സമ്പത്തും ഒക്കെ ആയിരുന്നു ഈ ദേശീയ ചരിത്രകാരന്മാരുടെ ശ്രമം. ഇനി ഇതിന്റെ ഉദ്ഭവം എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടിന്റെ അവസാനം ബ്രിട്ടീഷ് കൊളോണിയൽ ചരിത്ര ലേഖനത്തിനുള്ള ഒരു കൗണ്ടർ എന്നുള്ള രീതിയിൽ അതിനെ ഒരു എതിർത്തുകൊണ്ട് വന്നതാണ് ദേശീയ ചരിത്ര രചന എന്ന് പറയുന്നത്. ഇത് ദേശീയ ബോധത്തിന്റെ വളർച്ചയ്ക്കും അതുപോലെ സ്വാതന്ത്ര്യ സമരത്തിന് ആശയപരമായിട്ടുള്ള ഒരു പിന്തുണ നൽകാനും ഒക്കെയാണ് ഈ ദേശീയ ചരിത്ര രചന ഉപയോഗപ്പെട്ടത്. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്രധാനപ്പെട്ട 2 ചരിത്രകാരന്മാരുടെ പേര് കൂടി അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഒന്നാമത്തേത് R.C. മജുംദാർ ആണ്. R.C. മജുംദാർ ഹിസ്റ്ററി ഓഫ് ദ ഫ്രീഡം മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി കൂടി പഠിച്ചു വെക്കുക. 2 ജദുനാഥ് സർക്കാരാണ്. ജദുനാഥ് സർക്കാർ മുഗൾ ചരിത്രത്തിൽ വിദഗ്ധനായിരുന്നു. ഇദ്ദേഹം ഔറംഗസേബിന്റെ ഭരണ കാലഘട്ടത്തെ വളരെ വിമർശനാത്മകമായിട്ട് വിലയിരുത്തിയ ഒരു ചരിത്രകാരൻ കൂടിയായിരുന്നു. മറ്റൊരാള് KP ജയ്സ്വാൾ ആണ്. ജയ്സ്വാള് പുരാതന ഇന്ത്യയിലെ ജനാധിപത്യ ഘടകങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ട് ചരിത്രരചന നടത്തിയ ആളാണ് ജയ്സ്വാള്. VD സവർക്കർ ആണ്. 1857 വിപ്ലവത്തെ ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് VD സവർക്കർ ആണ്. അപ്പൊ ദേശീയ ചരിത്ര രചനയുടെ അല്ലെങ്കിൽ നാഷണൽ ഹിസ്റ്റോറിയോഗ്രഫിയുടെ സവിശേഷതകള് ഇന്ത്യയുടെ പുരാതനമായിട്ടുള്ള മഹത്വത്തെ എടുത്ത് ഉയർത്തി കാണിക്കുന്നതും അതിനെ ഊന്നി പറയുന്നതും ഒക്കെ ആയിരുന്നു. അപ്പൊ ബ്രിട്ടീഷ് ചൂഷണത്തെ വളരെ മോശമായിട്ട്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആഗമനമാണ് ഇന്ത്യയെ പിന്നോട്ട് വലിച്ചത് എന്നത് കൂടി എടുത്തു പറയുന്ന രീതിയിലാണ് ഇവര് ചരിത്രരചന സ്വീകരിച്ചത്. ഇനി മറ്റു ചരിത്ര രചനാ രീതികളുമായിട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായിട്ട് താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഇന്ത്യയെ പെക്യൂലിയർ ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ പൂർവ്വകാല ചരിത്രത്തിൽ ഊറ്റം കൊള്ളുന്ന രീതിയിലാണ് ഈ ഒരു ചരിത്രരചന രീതി ഉള്ളത്. ഇനി കൊളോണിയൽ രീതിയില് ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഈസ്റ്റേൺ രാജ്യം, ഇന്ത്യക്ക് യാതൊരു വിധത്തിലുള്ള പുരോഗതി ഉണ്ടായിരുന്നില്ല. വളരെ കെട്ടിക്കിടക്കുന്ന മലിനമായ ഒരു ജലാശയം ആയിരുന്നു ഇന്ത്യ എന്നും അവിടെ പുരോഗമനത്തിന്റെ ഏതെങ്കിലും ഒരു ഒഴുക്ക് കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാരാണ് എന്നും സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചരിത്രരചനയാണ് അവർ സ്വീകരിച്ചത്. മാത്രവുമല്ല അവരുടെ മറ്റൊരു രീതി എന്ന് പറയുന്നത് വെസ്റ്റേൺ ലോകമാണ് എല്ലാ പുരോഗതിയുടെയും കേന്ദ്രം. ഈസ്റ്റിലേക്ക് പുരോഗതി കൊണ്ടുവരിക എന്നുള്ള ചരിത്ര ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ കൊളോണിയലിസം
നടപ്പിൽ വരുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അവരുടെ ആശയം. അതിനു വേണ്ടിയിട്ട് അവർ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് വൈറ്റ്മൻസ് ബേർഡൻ എന്ന് പറയുന്ന സിദ്ധാന്തം. അതായത് വെള്ളക്കാരന്റെ ചുമലിലെ ഭാരമാണ് ഈ കറുത്ത വർഗക്കാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ വംശീയമായിട്ട് അവര് കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് തന്നെ ചിന്തിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിയാണ് വേറൊന്ന്. അത് സാമ്പത്തിക ഘടകങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചരിത്രരചന നടത്തുന്ന ഒരു രീതിയാണ്. മറ്റൊന്നാണ് സബാൾട്ടേൺ ഹിസ്റ്റോറിയോഗ്രഫി. സുമിത് സർക്കാരിന്റെ ഒക്കെ പേര് നിങ്ങൾ അവിടെ ഓർത്തിരിക്കണം. ഈ സബാൾട്ടൺ എന്ന് പറഞ്ഞാൽ പീഡിതരായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രൗണ്ട് ത്രോഡൻ പീപ്പിളിന്റെ ചരിത്രം രചിക്കുന്ന ഒരു രീതിയാണ് ഇത്. ഇത് ദേശീയ ചരിത്ര രചനയുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.